അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക വിഷു ആശംസകൾ. ഇതൊരു വിഷു വ്ളോഗായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മുടെ ന്യൂസിലാൻഡ് ഫാമിലിയുടെ കൂടെ നമ്മൾ വിഷു സെലിബ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ന്യൂസിലാൻഡിൽ വന്നിട്ട് ഫസ്റ്റ് വിഷുവാണ്. അതുകൂടാതെ ഞാനും ജിതിനും കൂടി ഒരുമിച്ചുള്ള ഫസ്റ്റ് വിഷുവാണ്. അപ്പോൾ ഈ വിഷു നമുക്ക് ഭയങ്കര സ്പെഷ്യലാണ്. സോ ഫ്ലൈറ്റ് പോണ സൗണ്ട് കേട്ടോ, സോറി. അപ്പോൾ ഇന്ന് ഭയങ്കര സണ്ണി ഡേ ആയതുകൊണ്ട് പുറത്ത് നിന്ന് വീഡിയോ എടുക്കാമെന്ന് ഓർത്തു. അപ്പോൾ നമ്മൾ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇത് റെഡിയൊക്കെ ആയി, മൊത്തം റെഡിയായി. നല്ല വെയിലുണ്ടെന്ന്. അപ്പോൾ ഇനി ഇന്നത്തെ വ്ളോഗ് ഫുള്ള് വിഷു വ്ളോഗായിരിക്കും. നമുക്ക് ബാക്കി വീഡിയോസിൽ കാണാം. കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ എനിക്ക് വന്നിരുന്ന ഒരു സജഷനായിരുന്നു, ഞാൻ സംസാരിക്കുന്നത് കുറച്ച് സ്ലോ ആയിട്ടാണ് എല്ലാവർക്കും തോന്നുന്നത്, അല്ലെങ്കിൽ എൻ്റെ സംസാരം കുറച്ച് ലാഗായിട്ട് തോന്നുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞിരുന്നു. നോർമലി ഞാൻ അങ്ങനെ സ്ലോ ആയിട്ട് സംസാരിക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. എന്തായാലും എല്ലാവരും സജസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് ഞാൻ അതെന്തായാലും ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അതുപോലെ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ഞാൻ എന്തായാലും സംസാരിക്കാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മൾ ഇന്നിത് വിഷു സെലിബ്രേഷനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല അടിപൊളി വെതർ ആയതുകൊണ്ട് എല്ലാവരും കാറും സൈക്കിളും എല്ലാം എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു നമുക്കിന്ന് റോട്ടിൽ. പക്ഷേ മോട്ടോർ വേ കയറിയപ്പോൾ അത്യാവശ്യം തിരക്ക് കുറഞ്ഞിട്ടുമുണ്ട്. മോട്ടോർ വേ പറയുന്നത് നമ്മുടെ നാട്ടിലെ ഹൈവേക്ക് പറയുന്ന പോലെയാണ്. ഇവിടെ മോട്ടോർ വേ എന്നാണ് ഹൈവേക്ക് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം ഒരു 100 km/h നമുക്ക് വണ്ടി ഓടിക്കാം എന്നുള്ളത് കൊണ്ട് അധികം നമുക്ക് തിരക്കില്ലാതെ പോകാനും പറ്റും. പക്ഷേ നമുക്കിവിടുന്ന് വീട്ടിൽ നിന്ന് ഒരു 45 minutes ഡ്രൈവ് ഉണ്ട് നമ്മളിന്ന് വിഷു സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്ന വീട്ടിലോട്ട്. എന്നാലും തിരക്കൊക്കെ ആയതുകൊണ്ട് നമ്മളൊരു ഓൾമോസ്റ്റ് ഒരു 1 hour എടുത്തു അവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിന്ന് വിഷു സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത് ലിജോ ചേട്ടൻ്റെയും നിസ ചേച്ചിയുടെയും വീട്ടിലോട്ടാണ്. നാട്ടിൽ നിന്ന് മാറിയിട്ടുള്ള ആദ്യത്തെ വിഷു ആയതുകൊണ്ടും ന്യൂസിലാൻഡ് ഫാമിലിയുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യുന്ന ആദ്യത്തെ വിഷു ആയിട്ടുള്ളത് കൊണ്ടും ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ് ഈ വിഷു സെലിബ്രേഷന്. കേരളത്തിലെ കാർഷികോത്സവമായ വിഷു ഐശ്വര്യത്തിൻ്റെയും പ്രതീക്ഷയുടെയും സമാധാനത്തിൻ്റെയും ഉത്സവം കൂടിയായിട്ടാണ് അറിയപ്പെടുന്നത്. വിഷുവിന് ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലങ്ങൾ അടുത്തൊരു കൊല്ലക്കാലം നിലനിൽക്കുന്നു എന്നാണ് വിശ്വാസം. എന്തായാലും ഇത്തവണത്തെ എൻ്റെ വിഷു കുറിച്ച് നല്ല അടിപൊളി ആൾക്കാരുടെ കൂടെ എനിക്ക് കുറച്ച് വ്യത്യസ്തമായി തന്നെ ആഘോഷിക്കാൻ പറ്റി. കളിയും ചിരിയും പാട്ടും ഡാൻസും അങ്ങനെ വല്ലാത്തൊരു സന്തോഷം തന്നെയായിരുന്നു ആ ഒരു ദിവസത്തെ നമ്മുടെ ആഘോഷം. അപ്പോൾ ഇതാണ് നമ്മുടെ ന്യൂസിലാൻഡ് ഫാമിലി. അപ്പോൾ എല്ലാവരും ഓരോ തിരക്കിലാണ്. കുറച്ച് പേര് ഇതേ സദ്യക്കുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുന്നു, കുറച്ച് പേര് ഗെയിംസും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് വേണ്ടിയെന്ന് നോക്കുന്നു, കുറച്ച് പേര് സംസാരിച്ചിരിക്കുന്നു. അങ്ങനെ എല്ലാവരും അവരവരുടേതായ തിരക്കിലാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ഈ വിഷു സെലിബ്രേഷൻ അടിച്ചു പൊളിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇങ്ങനൊരു സെലിബ്രേഷൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ആൾക്കാരുടെ കൂടെ വിഷു ആഘോഷിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരുമിച്ച് സദ്യ പ്രിപ്പയർ ചെയ്യുന്നു, ഒരുമിച്ച് ഗെയിംസ് കണ്ടുപിടിക്കുന്നു. ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഭയങ്കര ഒരു അടിപൊളി ദിവസം. അപ്പോൾ ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ് എന്ന് പറയുന്ന പോലെ നമ്മളെല്ലാവരും കൂടി പുറത്തിറങ്ങിയത് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ ഇറങ്ങിക്കുകയാണ്. നമ്മളെന്തായാലും കുറച്ച് അടിപൊളിയായിട്ട് റെഡിയായി വന്നതല്ലേ, എന്തായാലും അപ്പോൾ കുറച്ച് സിംഗിൾ ഫോട്ടോസും കപ്പിൾ ഫോട്ടോസും ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ കപ്പിൾ ഫോട്ടോ ആദ്യത്തെ എടുത്തു. ഞാനും ഹർഷയും കൂടിയിട്ടാണ് ആദ്യത്തെ കപ്പിൾ ഫോട്ടോ. പള്ളിയിലെ മണി കൂടെ അടിച്ചു കൊടുക്കും, സൈഡിൽ കിടപ്പുണ്ട്. ആ കാലെടുക്കണം കേട്ടോ. ആവശ്യമുള്ള സാധനങ്ങൾ Hello guys, welcome to Unfiltered with Neeru. I know I'm not Neeru. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തേക്ക് റീൽസ് എടുക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ചാനൽ ഒന്ന് ഹർഷ ഏറ്റെടുത്തതാണ് ആ കണ്ടത്. അപ്പോൾ നമ്മളിതേ കുറച്ച് റീൽസിന് വേണ്ടിയിട്ടുള്ള ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു.
അങ്ങനെ ഇതേ നമ്മൾ നമ്മുടെ എല്ലാ പരിപാടികൾക്ക് ശേഷം നമ്മുടെ മെയിൻ പരിപാടിയായ സദ്യയിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളുടെ ഡാൻസും പാട്ടും ഫോട്ടോ സെഷനും റീൽസ് എടുക്കലും എല്ലാത്തിനും ശേഷം ഇതേ നമ്മൾ സദ്യ കഴിക്കാൻ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തന്നെയാണ് സദ്യ എല്ലാം പ്രിപ്പയർ ചെയ്തത്. നമ്മൾ ഓരോ ഫാമിലീസ് വെച്ചിട്ട് ഓരോരോ ഡിഷസ് വെച്ചുണ്ടാക്കി നമ്മൾ തന്നെയാണ് പ്രിപ്പയർ ചെയ്തത്. ഭയങ്കര അടിപൊളി സദ്യയായിരുന്നു, ഒരു രക്ഷയുണ്ടായിരുന്നില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എല്ലാം. നമ്മൾ കഴിച്ച് ഫുള്ളായിട്ട് എല്ലാവരും അവിടെ നിന്ന് കഴിഞ്ഞിട്ടത് അത്രയും നമ്മുടെ മനസ്സും വയറും എല്ലാം നിറഞ്ഞിരുന്നു. എങ്ങനെയുണ്ട് സദ്യ? സൂപ്പർ, അത് മതി. അങ്ങനെ നമ്മുടെ വിഭവസമൃദ്ധമായ സദ്യയ്ക്ക് ശേഷം വയറെല്ലാം നിറഞ്ഞിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മളുടെ ബാക്കി കലാപരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളെല്ലാം എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അഖിലും ദീപുവും നിതിൻ ചേട്ടനും അതുപോലെ ജിതിനും ദേവേട്ടനും കൂടിയിട്ട് ഭയങ്കര അടിപൊളി ഒരു പാട്ട് മത്സരം തന്നെയായിരുന്നു അവിടെ. എല്ലാവരും ഒന്നിനൊന്ന് ഖേമായിട്ട് ആരാ കൂടുതൽ പാടുന്നതെന്ന് നോക്കി പാട്ട് പാടിക്കൊണ്ടേ നിൽക്കുമായിരുന്നു. കോപ്പിറൈറ്റ് റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് എനിക്കിവിടെ പാടിയ പാട്ടൊന്നും ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ എന്തായാലും ഭയങ്കര അടിപൊളി തന്നെയായിരുന്നു ഇവരുടെ എല്ലാ സോങ്ങും. എന്തായാലും ഇവരിത്ര അടിപൊളിയായി പാടിയ സ്ഥിതിക്ക് നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. അപ്പം ഞങ്ങളും കുറച്ചങ്ങ് പാട്ടുപാടി അവരെ കുറച്ച് എൻ്റർടൈൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ ഇതില് 4 കറിയെ നിങ്ങക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഹസ്ബൻഡും വൈഫും ആണ് 10 കറിയുണ്ട്. 8 കറിയുള്ളൂ. അത് ക്ലാസ് എക്സ്ട്രാ തോപ്പിക്കാൻ എന്നെ നോക്കണം. അയ്യേ, നോക്കട്ടെ നിങ്ങക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഹസ്ബൻഡ് ആൻഡ് വൈഫ് പെയർ ചെയ്താണ് ഇത് കളിക്കുന്നത്. ഹസ്ബൻഡ് കറി ചൂസ് ചെയ്യുന്നത് അത് വൈഫ് മിക്സ് ചെയ്ത് കഴിക്കണം. എന്ത് ഫ്ലേവർ ആണ്? അല്ല, ഹസ്ബൻഡ് കഴിച്ചാൽ പോരാ. ഒന്ന് ഓക്കെ. ധൈര്യമായിട്ട് ചോദിക്കുമോ? Thank you.
അപ്പോൾ ഇതുപോലെയായിരുന്നു എൻ്റെ ഇക്കൊല്ലത്തെ വിഷു ആഘോഷം. വളരെയധികം സന്തോഷത്തോടെയും സ്നേഹത്തോടെയും കളിയും ചിരിയും തമാശയും എല്ലാം നിറഞ്ഞതായിരുന്നു ഇത്തവണത്തെ എൻ്റെ വിഷു. അതുകൊണ്ട് തന്നെ എൻ്റെ ഇക്കൊല്ലം വളരെയധികം അടിപൊളിയായിരിക്കുന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു അടിപൊളി വ്ളോഗുമായി കാണുന്നത് വരെ ടാറ്റ, ബൈ ബൈ, സി യു. എന്തായാലും നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം. ബൈ.